സ്വാർത്ഥനായ മീൻപിടുത്തക്കാരൻ. മീൻപിടുത്തക്കാരുടെ ഒരു ഗ്രാമത്തിൽ സോമു എന്നു പേരായ സ്വാർത്ഥനായ ഒരു മീൻപിടുത്തക്കാരൻ ഉണ്ടായിരുന്നു. തനിക്ക് കിട്ടുന്നതിൻ്റെ പങ്കൊന്നും അയാൾ ആർക്കും കൊടുത്തിരുന്നില്ല. എല്ലാം തനിക്ക് മാത്രം. അയാൾ തനിയെയാണ് മീൻപിടുത്തത്തിന് പോയിരുന്നത്. അയാളുടെ ഭാര്യ ഒരു പൊങ്ങച്ചക്കാരിയായിരുന്നു. തൻ്റെ ഭർത്താവ് പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യങ്ങൾ പൊങ്ങച്ചത്തോടെ അവൾ അയൽക്കാരെ കാണിക്കുമായിരുന്നു. സോമു ഒരിക്കൽ സാധാരണ പോലെ മീൻ പിടിക്കാൻ പോയി. വലയെറിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഏതോ വലിയ മത്സ്യം തൻ്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. വലയുടെ ഭാരം അവൻ അറിഞ്ഞു. അവൻ ചിന്തിച്ചു, ഞാൻ വലിയ മീനിനെ പിടിച്ചത് ആരെങ്കിലും അറിഞ്ഞാൽ വീതം കൊടുക്കേണ്ടി വരും. വല ഞാൻ തന്നെ വലിച്ചു കയറ്റാം. അടുത്ത് തന്നെ കളിച്ചുകൊണ്ട് നിന്നിരുന്ന മകനെ വിളിച്ച് അയാൾ പറഞ്ഞു, മോനെ, വീട്ടിൽ ചെന്ന് അമ്മയോട് പറയണം അയൽപ്പക്കക്കാരുമായി എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ. അച്ഛൻ വലിയൊരു മീനിനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ടെന്നും പറയണം. അച്ഛൻ പറഞ്ഞതുപോലെ മകൻ ചെയ്തു. സോമുവിൻ്റെ ഭാര്യ അകാരണമായി അയൽക്കാരുമായി വഴക്കുണ്ടാക്കി. തൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന വലിയ മത്സ്യത്തിനായി അവൾ കാത്തിരുന്നു. ഇതിനിടയിൽ സോമു തൻ്റെ സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് വല വലിച്ചു കയറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എത്ര ശ്രമിച്ചിട്ടും വല വലിച്ചെടുക്കാനായില്ല. പെട്ടെന്ന് വല കീറിപ്പറയുന്ന ഒരു ശബ്ദം കേട്ടു. അത് പല കഷ്ണങ്ങളായി വെള്ളത്തിനടിയിലുള്ള ഏതോ പാറയിടുക്കിലാണ് വല കുടുങ്ങിപ്പോയതെന്ന് സോമുവിന് മനസ്സിലായി. കീറിയ വലയും ശൂന്യമായ കൈകളുമായി സോമു വീട്ടിലേക്ക് മടങ്ങി വന്ന ഭർത്താവിനെ കണ്ട സോമുവിൻ്റെ ഭാര്യ ഓടി അടുത്തെത്തിക്കൊണ്ട് ചോദിച്ചു, പ്രിയതമ, ആ മീൻ എവിടെ? സോമു പറഞ്ഞു, എന്തു ചെയ്യാം, വല പാറയിടുക്കിൽ കുടുങ്ങിപ്പോയി, കീറിപ്പറഞ്ഞു. വരും ദിവസങ്ങളിൽ നീ എങ്ങനെ മീൻ പിടിക്കുമെന്ന് എനിക്കറിയില്ല. വല നന്നാക്കണം. നമ്മളെ ആരും സഹായിക്കില്ല. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഗുണപാഠം: സ്വാർത്ഥതയുടെ ഫലം ദുഃഖമാണ്.